അട്ടോർ N1200 ഇന്ത്യൻ ആർമിയുടെ കൊമ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഓൾ ടെറൈൻ വെഹിക്കിൾ എന്തുകൊണ്ട് ഇന്ത്യൻ ആർമി സ്വന്തമാക്കി, എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗങ്ങൾ എന്ന് പരിശോധിക്കുന്നു. വെൽക്കം ടു വീഡിയോ. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത ജിയോഗ്രാഫിക്കൽ പ്രത്യേകതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ജമ്മു കാശ്മീരിൽ മഞ്ഞുമലയാണെങ്കിൽ രാജസ്ഥാനിൽ മരുഭൂമി, അതുപോലെ മേഘാലയയിലാണെങ്കിൽ മഴവെള്ളപ്പൊക്കമാണെങ്കിൽ അരുണാചലിൽ മലവെള്ളം, കുന്ന്, പാറ എന്നിവ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള പ്രത്യേകതകളെല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ജിയോഗ്രഫി അത്തരത്തിൽ തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആർമിയാണ് ഇതിൽ ഏറ്റവും അധികം ഫ്ലെക്സിബിലിറ്റി കാണിക്കേണ്ട ഒരു സേന. ഒരേ സമയം പ്രതിരോധവും ആക്രമണവും രക്ഷാപ്രവർത്തനവും നടത്തേണ്ട ഉത്തരവാദിത്തം ഇന്ത്യൻ ആർമിക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിക്ക് നൽകുന്ന വാഹനവും ഇത്തരത്തിലെ എല്ലാ ടെറൈനുകളിലും പ്രവർത്തിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് SUV ആണ് കൊടുക്കണമെങ്കിൽ അതിന്റെ ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇത് വെള്ളത്തിൽ തകരാറുണ്ടാക്കും. ഇനി അഥവാ ട്രാക്ടർ കൊടുത്തു കഴിഞ്ഞാലോ കരയിൽ ശക്തി ഉണ്ടെങ്കിലും വെള്ളത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരു ആർമിയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ വെഹിക്കിളായിട്ട് ട്രാക്ടർ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ റെസ്ക്യൂ ബോട്ടുകൾ എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ, കരയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. ഇനി ചെറിയ ഇൻഫ്ലേറ്റബിൾ ബോട്ടുകളാണ് നമ്മൾ കണക്കാക്കണമെങ്കിൽ ഒരേ സമയം യാത്രക്കാരെയും ഭാരമുള്ള ചരക്കുകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പല വാഹനങ്ങളും നമ്മൾ കണക്കാക്കുമ്പോഴത്തേക്കും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ടെറൈനുകളിലും പ്രവർത്തിക്കുന്ന ഒരു ആംഫിബിയസ് ഓൾ ടെറൈൻ വെഹിക്കിളാണ് അട്ടോർ N1200. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ തന്നെയാണ് ഈ വാഹനം നിർമ്മിക്കുന്നത്. ഷെയർപ്പ് N1200 എന്ന ഉക്രൈൻ വാഹനത്തിന്റെ മാതൃകയിലാണ് അട്ടോർ N1200 നിർമ്മിച്ചിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ സൈന്യത്തിന് രക്ഷാപ്രവർത്തനങ്ങൾക്കും വെള്ളപ്പൊക്കം പോലുള്ള എമർജൻസി ഘട്ടങ്ങളിലും സൈന്യത്തിന്റെ തന്നെ ഇന്റേണലായിട്ടുള്ള മൊബിലിറ്റി റേഷൻ വിതരണങ്ങൾക്കും മഞ്ഞുമലകൾ, ഹിമാലയ പർവ്വതം പോലത്തെ കുന്നിൻ പ്രദേശങ്ങൾ, മരുഭൂമികൾ പോലുള്ള വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ പോലുള്ള പലതരത്തിലുള്ള ടെറൈനുകളിൽ പെട്രോളിങ്ങിനും ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നതാണ് അതിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തുള്ള ഒരു സൈന്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് മലമുകളിലും അതേസമയം കുന്നിൻ ചെരുവുകളിലും അതേസമയം മഞ്ഞു പ്രദേശങ്ങളിലും അതേസമയം തന്നെ മരുഭൂമിയിലും അതേസമയം തന്നെ വെള്ളം കൂടിയ പ്രദേശങ്ങളിലും സഞ്ചരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഏകദേശം 55 ഹോഴ്സ് പവർ ഉള്ള ഡീസൽ എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 8 മുതൽ 9 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാനും ഏതാണ്ട് 1200 കിലോ വരെ ചരക്ക് വഹിക്കാനും 2.7 ടൺ വരെ ടോവിംഗ് ശേഷിയും ഇതിനുണ്ട്. വലിപ്പമേറിയ ലോ പ്രഷർ ടയർ ആയതിനാൽ വെള്ളത്തിലൊരു പാഡിൽ പോലെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. 4 മുതൽ 6 കിലോമീറ്റർ വരെ വേഗത്തിൽ വെള്ളത്തിൽ ഇത് സഞ്ചരിക്കാൻ കഴിയും. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം 2.5 ലക്ഷം രൂപ മാത്രമാണ് ഇതിന് നിർമ്മാണ ചെലവായി വരുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഉപയോഗത്തിന് ഇവ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ വിലയിൽ കാര്യമായ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കുന്നു. കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ വാഹനത്തിന്റെ ടയറുകൾ കറങ്ങുമ്പോൾ ഒരു തുഴ പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഫാക്ടർ. മോശം കാലാവസ്ഥയിൽ ജീവൻ രക്ഷിക്കാനും എന്നാൽ അതുപോലുള്ള ടെറൈനുകളിൽ പെട്രോളിങ്ങിനും ഇന്ത്യൻ ആർമിക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. GK മോട്ടോഴ്സ് എന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞാൽ UK ബേസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റോ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്താണ് ഈ വണ്ടിയുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസൈൻ നിർവഹിച്ചത്. ഉക്രൈൻ മേഡായിട്ടുള്ള ഷെയർപ്പ് N1200 എന്ന വണ്ടിയുടെ ബേസിക് ഡിസൈനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1.8 മീറ്റർ ഹൈറ്റ് ഉള്ള ഇതിന്റെ ടയറുകൾ സ്കിഡ് പ്രൂഫ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടഫായിട്ടുള്ള ടെറൈനുകളിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റീൽ കൊണ്ടുള്ള ഫ്രെയിമിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് -40°C മുതൽ +40°C വരെ ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. എന്ന് വെച്ചാൽ ഏറ്റവും തണുത്ത ലഡാക്കിലും രാജസ്ഥാൻ മരുഭൂമിയിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ വാഹനം. നിലവിൽ ഈ വാഹനം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനും അഥവാ NDRFനുമാണ് നൽകിയിരിക്കുന്നത്. 2025 ഓഗസ്റ്റിൽ പഞ്ചാബിൽ നടന്ന ഒരു പ്രളയത്തിൽ ഈ വാഹനം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് കേരളത്തിൽ പ്രളയം ഉണ്ടായ സമയത്ത് മോഡിഫൈഡ് വെഹിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഒരു പരിധിവരെ കേരളത്തിൽ രക്ഷാപ്രവർത്തനം നടന്നത്. അപ്പോൾ തുടർന്നും രാജസ്ഥാൻ മുതൽ ലേ ലഡാക്ക് വരെയുള്ള വിശാലമായ ഇന്ത്യൻ ബോർഡറിനെ സംരക്ഷിക്കാനും ഭൂകമ്പം പോലെ റോഡ് തകർന്നു പോകുന്ന സിറ്റുവേഷൻ, പ്രളയം പോലെ റോഡേ ഇല്ലാത്ത സിറ്റുവേഷൻ തുടങ്ങിയ വിവിധ സാഹചര്യങ്ങളിൽ ഈ വാഹനം ഉപയോഗപ്രദമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഡിഫൻസ് ടെക്കുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.